കാലിൻ്റെ ചുളിച്ചിലും കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റിയത് അടിപൊളി നേച്ചുറൽ ടിപ്പാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് നമുക്കൊരു സ്ക്രബിങ് കൊടുക്കണം. അതും നമ്മുടെ വെളിച്ചെണ്ണയും പൊടിപ്പും വെച്ചിട്ടുള്ള സ്ക്രബിങ് ആണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കാലുമ്മലും കയ്യുമ്മലും നമ്മൾക്ക് ആ സൂര്യപ്രകാശം അടിച്ചിട്ടുള്ള ആ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോവാനായിട്ട് നമ്മളിത് ആഴ്ചയിലൊരിക്കൽ നമുക്ക് ഈ ഒരു സ്ക്രബിങ് കൊടുക്കണം നല്ലതാണ് കേട്ടോ. എപ്പോഴും നല്ലതാണ്. ആ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ പാലിൻ്റെ പാട ജ്യൂസ് ഞാൻ തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ കാല് നല്ല രീതിക്ക് കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ സ്ക്രബിങ് ചെയ്യുമ്പോൾ ആ വിരലുകളും അതുപോലെ തന്നെ വിരലുകളുടെ ഇടയിലും ഉപ്പിട്ടിയുടെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് സ്ക്രബിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ഉരച്ചിതാക്കരുത്, പൊടിപ്പാണ്. അപ്പോൾ നമുക്കറിയാലോ, പെട്ടെന്ന് തന്നെ ഡെഡ് സ്കിന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് ഉരച്ചൊന്നും വെടുപ്പാക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ സ്മൂത്തായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം മാത്രമേ സ്ക്രബിങ് കൊടുക്കുള്ളൂ. അതിന് ശേഷം കഴുകി കളയണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ തയ്യാറാക്കണ പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കാലിൻ്റെ ഉപ്പിറ്റൊക്കെ നമ്മൾ ഇടയ്ക്ക് ഉരച്ച് കഴുകുന്നതൊക്കെ നല്ലതാണ്. അത് ഇതേപോലെ ചെയ്തിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, വേദനയൊന്നും എടുക്കില്ല. ആ കട്ടിയുള്ള ഭാഗമൊക്കെ നമുക്ക് കനം കുറച്ച് കൊണ്ടുവന്നാലാണ് നമുക്ക് ആ വരവിള്ളലൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പാലിൻ്റെ പാടയുടെ വീഡിയോയിൽ നമുക്ക് ലൈവായിട്ട് തന്നെ ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കാലിലോട്ട് അത് അബ്സോർവായിട്ട് പോവും. അപ്പോൾ നല്ലൊരു ടിപ്പ് തന്നെയാണ് പാലിൻ്റെ പാട. അതാണെങ്കിൽ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഇതേപോലെ തന്നെ നമ്മുടെ കയ്യുമ്മലും മുട്ടിന് കീഴ്പ്പട്ടേക്ക് കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു സ്ക്രബിങ് കൊടുക്കുക. അതുപോലെ കയ്യിൻ്റെ അടിയിലും കൊടുക്കണതിനൊപ്പം നല്ലൊരു മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി സ്കിന്നിൽ എന്തെങ്കിലും തടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയും ഉപ്പും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും കേട്ടോ. അപ്പോൾ കയ്യിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ ഉരച്ച് കൊടുക്കുന്നത് കയ്യിൽ നിന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി റഫ്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ പാക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം. പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് നമ്മുടെ പാലിൻ്റെ പാട തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കാപ്പിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അരമുറി ചെറുനാരങ്ങ നീര്. ചെറുനാരങ്ങ നീര് നമ്മൾ എപ്പോഴും എന്തിലെങ്കിലുമൊക്കെ കൂടി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ബേക്കിംഗ് സോഡയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. രണ്ടിൻ്റെ വ്യത്യാസം നമ്മളവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഒരു 15 മിനിറ്റ് നേരം കൈമ്മലും കാലുമ്മലും മൊത്തം ബോഡിയിലും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പാലിൻ്റെ പാട് ഇത്തിരി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാലിൻ്റെ പാട് എപ്പോഴും നമുക്ക് നല്ലതാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് കൈമ്മലും കാലുമ്മലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അതോടുകൂടി ഒരു മസാജ് കൂടി കൊടുക്കാം കേട്ടോ.